Good evening, ma'am. Good evening. Good evening, Deepthi. Good evening, Ansel. Good evening, Harrison. ആളുകൾ കുറവാണല്ലോ. ഓക്കെ, നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ആരാ പ്രയർ ചെയ്യാൻ റെഡി എന്ന് വെച്ചാൽ ചെയ്തു. എനിവൺ? ഓക്കെ, പ്രയറിന് ആരെങ്കിലും റെഡി ആണെങ്കിൽ പറഞ്ഞു. ആരുല്ലേ പ്രയർ ചെയ്യാൻ? പ്രയർ ചെയ്യാൻ ആരുല്ലേ? താങ്ക് യു.
Bless my heart and bless my home, bless my day and bless my. Thank you for the moon and sun, thank you for the trees and birds, thank you for the food and shelter, thank you God for everything. ഓക്കെ ഓക്കെ, നമ്മൾ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലാസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പാർട്ട് 2 യൂണിറ്റ് 6 നമുക്ക് തിരിച്ചു പോകാം. സൈക്കോളജി ആണ്. അപ്പോൾ ടീച്ചേഴ്സ് തീം സോങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ? ഏതാ തീം സോങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ അത് കുറെ എത്ര ലൈൻ വേണ്ടി വരും? അത് മിനിമം 6 ലൈൻസ്. ഓക്കെ ഓക്കെ മാം. ടീച്ചേഴ്സിന് അവരുടെ കോഴ്സിന്റെ കൂടെ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. ഇതിൽ നമ്മൾ എറിക്സന്റെയും വിക്ടോസ്കിയുടെയും ജീൻ പിയാഗറ്റിന്റെ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ എറിക്സന്റെയും വിക്ടോസ്കിയുടെയും കാര്യങ്ങൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിനൊപ്പം തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോളജിയിൽ കുറെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചില അനാലിസിസും ഉണ്ട്. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാലാണ് ഈ ചാപ്റ്റർ പൂർണ്ണമാവുള്ളൂ. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി അതിലധികം വരുന്നുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെ അതിനകത്ത് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് എറിക്സന്റെയും വിഗഡോസ്കിയുടെയും നിങ്ങൾക്ക് നോക്കിയിട്ട് വരാൻ ഞാൻ പറഞ്ഞത്. കുറെ പേർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടാകണം. ഇത്രയും സമയം നമുക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്ക് എറിക്സന്റെ രീതികൾ അത് എന്താണെന്ന് നോക്കാം. എറിക്സന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. അദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടും ഇൻഫ്ലുവൻഷ്യലും ആയിട്ടുള്ള തിയറിയാണ് ഡെവലപ്മെന്റിനെ കുറിച്ച്, ഈ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഡെവലപ്പ് ചെയ്തത്. ഇത് സിഗ്മണ്ട് ഫ്രോയിഡും അദ്ദേഹത്തിന്റെ വർക്കിലും ഇതിൽ കുറെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. എറിക്സന്റെ തിയറി. എറിക്സൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറിക്സന്റെയും ഫ്രോയിഡിന്റെയും രീതികൾ ഓൾമോസ്റ്റ് സിമിലാരിറ്റി ഉണ്ടായിരുന്നെങ്കിലും എറിക്സൺ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിലാണ്. കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുന്നത്, അവരുടെ മൈൻഡിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്റെ രീതി, അതൊക്കെയായിരുന്നു എറിക്സൺ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ ഫ്രോയിഡ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണെങ്കിൽ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ആയിരുന്നു കൂടുതലും സിഗ്മണ്ട് ഫ്രോയിഡ് കോൺസെൻട്രേറ്റ് ചെയ്തത്. എറിക്സൺ സൈക്കോ സോഷ്യൽ ആയിരുന്നു, സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ആയിരുന്നു. കാരണം ഫ്രോയിഡ് പറയുന്നതിനനുസരിച്ച് കുട്ടിയുടെ ഓരോ വളർച്ചയിലും കുട്ടി ആനന്ദം കണ്ടെത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ബർത്ത് തുടങ്ങി കുറച്ചു കാലം വരെ ഓറൽ ആണെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും അത് സിഗ്മണ്ട് ഫ്രോയിഡ്. പലപ്പോഴും പല ആളുകളും പല സൈക്കോളജിസ്റ്റുകളും ഫ്രോയിഡിന്റെ പല തിയറിയായിട്ട് കോൺട്രഡിക്ട് ചെയ്തിരുന്നു. അവരതിനെ എതിർത്തിരുന്നു പല കാര്യങ്ങളെ കുറിച്ചും. പക്ഷെ ഫ്രോയിഡ് അത് ഭയങ്കരമായി തുറന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കുട്ടികളിൽ ഉണ്ടാവുന്ന സെക്ഷൽ ഡെവലപ്മെന്റ്. എറിക്സന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശ്വാസം, വേഴ്സസ് മിസ്ട്രസ്റ്റ്. അത് ഇൻഫാൻസി പീരീഡിലാണ്. അതായത് ബർത്ത് തുടങ്ങി ഒരു 18 മന്ത്സ് എന്ന് പറയുമ്പോൾ ഒരു 1.5 വയസ്സ് വരെ. ആ ഒരു ഇതാണ് സ്റ്റേജ് 1, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഈ ഒരു സമയത്ത് ഈ ഇൻഫാൻസി തുടങ്ങി, അതായത് ബർത്ത് തുടങ്ങി 18 മന്ത്സ് വരെ കുട്ടികളിൽ വരുന്നത് ഇമ്പോർട്ടന്റ് ഈവന്റ് എന്ന് പറയുന്നത് ഫീഡിങ് ആണ്. ആ സമയത്താണ് അവരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതും അല്ലാത്ത ഫുഡ് എല്ലാം ഫീഡ് ചെയ്യുന്ന ഒരു ടൈമാണ്. കാരണം വേറൊരാളുടെ സപ്പോർട്ടോട് കൂടി അവർ ചെയ്യുന്ന കാര്യമാണ്. അതാണ് ആ ഒരു ടൈമിൽ വരുന്നത്. ഇൻഫാൻസി തുടങ്ങി ഒരു 1.5 വയസ്സ് വരെ നമ്മൾ ഫീഡ് ചെയ്യണം കുട്ടിയെ, അല്ലെ? പിന്നെ വരുന്നതായിരുന്നു ഏർലി ചൈൽഡ്ഹുഡ്. ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 3 ഇയേഴ്സ് ആണ് ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജ്. ആ സമയത്ത് എന്താ പറയാ, ഓട്ടോണം വേഴ്സ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് വെച്ചാൽ കുട്ടി സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യും. ചില കാര്യങ്ങളിൽ കുട്ടിക്ക് ഒരു നാണം, ഷെയിം, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നു. പിന്നെ സംശയം, ഡൗട്ട്, അതൊക്കെ വരുന്ന ഒരു സ്റ്റേജാണ്. ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്ന ഒരു സ്റ്റേജാണ് ഈ 2 to 3 ഇയേഴ്സിൽ. ആ സമയത്താണ് ടോയ്ലറ്റ് ട്രെയിനിങ് വരുന്നത്.
കുട്ടി ടോയ്ലറ്റ് അതിനെ പറ്റി ടോയ്ലറ്റിൽ പോകണമെങ്കിൽ കുട്ടിയുടേതായ ലാംഗ്വേജിൽ അത് പറയും, ആക്ഷൻസിലൂടെ കാണും. കുട്ടി എന്തും തന്നെത്താനെ ചെയ്യാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുക. നെക്സ്റ്റ് പ്രീ സ്കൂൾ 3 to 5 years ആണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനീഷ്യേറ്റീവ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ തന്നെത്താനെ ചെയ്യാൻ തുടങ്ങും, അതിന്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ തുടങ്ങും. പ്ലസ് ഗിൽറ്റി ഫീലിംഗ് വേഴ്സസ് ഗിൽട്ടാണ്. ചില കാര്യങ്ങൾ തെറ്റായിപ്പോയി അങ്ങനത്തെ ചിന്ത വരുന്ന ഒരു ടൈം. കുട്ടി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും. വീട്ടിൽ നിന്നുള്ള ആദ്യം നിന്നും കുട്ടി പുറത്തേക്ക് കൂടുതൽ പോകുന്ന ഒരു ടൈം. സ്കൂളാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പാരന്റ്സിന്റെ കൂടെ പോകുന്നതൊക്കെ ആയിരിക്കും. അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പർപ്പസ് കുട്ടിയിൽ വരുന്നു. നെക്സ്റ്റ് സ്കൂൾ ഏജ് ആണ്. പ്രീ സ്കൂൾ കഴിഞ്ഞു 6 years to 11 years. അവിടെ കുട്ടിക്കൊരു ചില സമയത്ത് ഇൻഫീരിയർ ആവുന്ന ഒരു സ്റ്റേജ് ആണ് 6 to 11 years. ഈ മറ്റുള്ളവരെക്കാളും താഴെയാണോ അങ്ങനെയൊക്കെയുള്ളൊരു ഡൗട്ട് വരും. സ്കൂളിലെ പല കാര്യങ്ങളുമാണ് ആ സമയത്ത് കുട്ടിയുടെ ലൈഫിൽ വരുന്നത്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ 6 to 11 years. 6 to 11 yearsൽ കുട്ടിയെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫീരിയർ അതൊക്കെ മാറി കോൺഫിഡൻസിലേക്ക് പോകും. പിന്നെ അഡോളസെന്റ് സ്റ്റേജ് ആണ്. അഡോളസെന്റ് സ്റ്റേജ് ഒരു 12 to 18 years. അവിടെ ഐഡന്റിറ്റി, സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഫോം ചെയ്യുവാണ്. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു പ്രായമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് എന്തിനു പോകണം, അല്ലെങ്കിൽ 10th കഴിയുമ്പോൾ ഏത് സ്പെഷ്യലൈസ് +2 എടുക്കണം, ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ വരുന്ന ഒരു ടൈം. സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതാണ് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന മെയിൻ കാര്യം. പിന്നെ യങ് അഡൾട്ട്ഹുഡ്. അഡൾട്ട്ഹുഡില് യങ് അഡൾട്ട്ഹുഡ് യുവാവ് എന്നുള്ള ഒരു ഇതല്ലേ, യങ്സ്റ്റേഴ്സ് 19 to 40 years. ആ സമയത്ത് ഇന്റിമസി വരുന്നു. പിന്നെ ചില സമയത്ത് ഐസൊലേറ്റഡ് ആകാനുള്ള, ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നു. മനസ്സിലായി? ഓക്കെ, നമ്മളിപ്പോ യങ് അഡൾട്ട്ഹുഡ് ആണ് പറഞ്ഞത്. 19 to 40 years. ഇന്റിമസി, ഒരാളോട് പ്രത്യേക ഒരു അടുപ്പം, ബെസ്റ്റ് ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട്, സ്പെഷ്യൽ ഫ്രണ്ട്, അങ്ങനെ. ചില സമയത്ത് ഐസൊലേറ്റഡ് ആയി പോകുന്ന ഒരു ഗ്രൂപ്പും അതും വരാം. റിലേഷൻഷിപ്സ് ഉണ്ടാവും, ലവ് അട്രാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സീരിയസ് ആകും ചില ബന്ധങ്ങളിൽ. ഓക്കെ, ഈ മിഡിൽ അഡൾട്ട്ഹുഡ്, മധ്യവയസ്കർ നമ്മൾ പറയില്ലേ, 40 to 65 years ആയിരിക്കും. സമയത്ത് ചിലര് വർക്ക് ചെയ്യുന്നുണ്ടാകാം, ചിലർ പാരന്റ്ഹുഡ് ആ ഒരു സ്റ്റേജിലായിരിക്കും. ആ സമയത്ത് അവർക്ക് കെയറും ആവശ്യമാണ്. നെക്സ്റ്റ് മെച്യൂരിറ്റി. എറിക്സന്റെ ഭാഷയിൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 65 to death ആണ്. ആ സമയത്ത് ചിലപ്പോൾ ഡെസ്പെയർ വരാം, കാരണം സംഭവിക്കാം. അപ്പോ ചിലപ്പോൾ പാർട്ട്ണർ അങ്ങനെയുള്ള രീതിയിൽ നഷ്ടങ്ങൾ വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ലോസസ് വരാം. ആ സമയത്ത് ഒരു ഡെസ്പെയർ ഉണ്ടാകാം. പിന്നെ ഈഗോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരാം. ഓക്കെ, ഇതൊക്കെയാണ് ശരിക്കും എറിക്സൺ ഡെവലപ്പ് ചെയ്യുന്നത്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന് എത്ര സ്റ്റേജസ് ആയിരുന്നു? 8. ഇൻഫാൻസി പറഞ്ഞു, early childhood, preschool, school age, adolescence, young adulthood, middle adulthood, then maturity. നമ്മൾ മെച്ചൂർഡ് ആയി നമ്മൾ പറയുന്നത് പല ഏജിലും നമ്മൾ പറയാറുണ്ടല്ലേ, ചില കുട്ടികൾക്ക് ഏജിനേക്കാൾ കൂടുതൽ മെച്ചൂർ. പക്ഷെ എറിക്സൺ പറയുന്ന മെച്ചൂരിറ്റി എന്ന് പറയുന്നത് 65 to death ആണ്. ബാക്കി ഓരോ ഏജിലും കുട്ടിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, കുട്ടി എന്തൊക്കെ ചെയ്യും, എന്താണ് അതിന്റെ റിസൾട്ട് വരുന്നത്, ഇതെല്ലാം കുറെ കാര്യങ്ങളുണ്ട്. ഞാനതൊന്ന് സിംപ്ലിഫൈ ചെയ്യാത്തൊരു ടേബിൾ ഉണ്ട്, അത് വെച്ച് പറഞ്ഞതാ. ഇതൊക്കെയാണ് എറിക്സൺ പറഞ്ഞത്. എറിക്സന്റെ അതുമായിട്ട് മാച്ച് ചെയ്യുന്നെങ്കിലും എറിക്സൺ സൈക്കോ സോഷ്യൽ അനാലിസിസ് ആണ് ചെയ്തതെങ്കിൽ
സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോസെക്ഷൽ അനാലിസിസ് ആയിരുന്നു ചെയ്തത്. ഇതാണ് ഇവർക്ക് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജിലും എറിക്സൺ ആളുകളെ ആ ഏജിലുള്ളവരെ കണ്ടെത്തി ആ ഓരോ സ്റ്റേജിലും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതെല്ലാം കൺക്ലൂഡ് ചെയ്തത്. ഇപ്പൊ ഡെവലപ്മെന്റിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് എറിക്സൺ ഓരോ സ്റ്റേജിനെയും പറഞ്ഞത്. സംടൈംസ് ചിലരിൽ ക്വാളിറ്റി ഉണ്ടാവും, സംടൈംസ് ചിലരിൽ അത് ഡൗൺ ആവും. അങ്ങനത്തെ കേസ് ചിലര് നല്ല ഇൻഡിവിജ്വാലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ചിലര് താഴേക്ക് പോകും, ചിലർ എന്താ പറയാ റിലേഷൻഷിപ്പിലേക്ക് വരുവാണെങ്കിൽ ചിലർ ഐസൊലേറ്റഡ് ആയിട്ട് മാറും. ഇന്റിമസി ആണ് ചിലരിൽ വരുന്നതെങ്കിൽ ഐസൊലേഷൻ ആയിട്ട് മാറും. അതാണ് ചിലര് ട്രസ്റ്റ്. ഏറ്റവും കുഞ്ഞിലെ ബേർത്തിൽ എന്ന് പറഞ്ഞ ട്രസ്റ്റ് ആണ്. അപ്പൊ അമ്മ ആണ് കുട്ടിയെ ഫീഡ് ചെയ്യുന്നതെങ്കിൽ അമ്മയും കുഞ്ഞും തമ്മിലൊരു ബോണ്ടിങ് വരുന്നു. കുട്ടിക്കൊരു വിശ്വാസമാണ് അമ്മയുടെ അടുത്ത് സേഫ് ആണ്, അമ്മ ഫീഡ് ചെയ്യും, അമ്മ ഭക്ഷണം തരും എന്നുള്ള ഒരു വിശ്വാസം വരും. അപ്പൊ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചിലപ്പോൾ മിസ്ട്രസ്റ്റും വരാം, വിശ്വാസമില്ലായ്മയും വരാം. അങ്ങനെ ഓരോരോ സ്റ്റേജിലും ഓരോ കാര്യങ്ങളും അതിന്റെ കോൺഫ്ലിക്റ്റ് ആയിട്ട് അതിന് ഓപ്പോസിറ്റ് വരുന്ന കാര്യങ്ങളാണ് എറിക്സൺ പറഞ്ഞത്. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു നമ്മൾ പറഞ്ഞത് ആ ഒരു ബേബി ബർത്തും 18 months 1.5 വയസ്സ് ആ ഒരു സമയത്ത്. ഒരു ഫണ്ടമെന്റൽ സ്റ്റേജ് ആണല്ലേ, കുട്ടി വളർന്നു വരുന്ന ആദ്യത്തെ ആ ഒരു ബേസ്, ആ ഒരു ഫണ്ടമെന്റൽ സ്റ്റേജ് ആണ്. ആ സമയത്ത് ഡിപ്പെൻഡന്റ് ആണ് കുട്ടി, തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫുൾ എല്ലാ കാര്യങ്ങളും അത് ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അതൊരു ട്രസ്റ്റ്, ആ ഡിപ്പെൻഡൻസിയിലൂടെ അമ്മയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ കുട്ടിക്ക് ആ ഒരു ട്രസ്റ്റ് ആണ്. എന്റെ കുട്ടി ഒന്ന് ബെഡ് നനച്ചാൽ കുട്ടിക്ക് അറിയാം കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഓടി വരും, വന്നത് മാറ്റി ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാണ്. അപ്പൊ ആ ഒരു ട്രസ്റ്റ് വരണമെങ്കിൽ കുട്ടിക്ക് കുട്ടിയുടെ കെയർ ഗിവേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കുട്ടിയിൽ ആ ട്രസ്റ്റ് വരുന്നത്. അമ്മ സമയത്ത് ഫീഡ് ചെയ്യുന്നില്ല, അമ്മ സമയത്ത് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു മിസ്ട്രസ്റ്റ് ആയിരിക്കും. ചൈൽഡ് ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു സ്റ്റേജ്. ആ സമയത്ത് അപ്പം കുട്ടിക്ക് കിട്ടുന്നത് എന്താണ്? കെയർ, ലവ്, ഫുഡ്, വാം, സേഫ്റ്റി, നർച്ചറിങ് എല്ലാം ഒരു ടൈമിൽ കിട്ടുവാണ്. കെയർ ഗീവർ അത് കൊടുക്കാതിരിക്കുമ്പോഴാണ് മിസ്ട്രസ്റ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പൊ കുട്ടിക്ക് ഫീൽ ചെയ്യുവാണ് അത് ട്രസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ളവരെ അവര് ഡിപ്പെൻഡ് ചെയ്യുന്നു. ട്രസ്റ്റിലൂടെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് എറിക്സൺ പറഞ്ഞത്. അത് സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, സേഫ്റ്റി, സെക്യൂരിറ്റി എല്ലാ ഫീലിങ്സും ആ സമയത്ത് വരുന്നു. നമ്മളുടെ PDF-ലുള്ള കാര്യമല്ല നസീമ സമയത്ത് തിരക്കായതാണ് കേറിയിട്ടുണ്ടാവില്ല. സൈക്കോളജി തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾക്ക് കുറച്ച് സൈക്കോളജിസ്റ്റുകളുണ്ട്. എറിക്സൺ, വിഗ്ഡോസ്കി. നമ്മൾ ഓൾറെഡി ജീൻ പിയാഗറ്റിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ? അത് ഓർമ്മയില്ലേ? ടീച്ചർ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിന്റെ മൊഡ്യൂൾ നമുക്ക് കിട്ടിയില്ലല്ലോ. ചാപ്റ്റർ 6 നിങ്ങൾക്ക് കിട്ടിയില്ലേ? പാർട്ട് 2-ന്റെ സൈക്കോളജി എന്നാണ് ടോപ്പിക്കിന്റെ പേര്. പാർട്ട് 2-ലെ കിട്ടിയിട്ടില്ല അല്ലെ? അപ്പൊ ഞാൻ നാളെ ഇടാൻ പറയാം. എന്തായാലും നമ്മൾ ആ ചാപ്റ്ററിന്റെ ഭാഗം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ PDF ഡൗൺലോഡ് ചെയ്തിരുന്നു. ആദ്യം ഇട്ടത് ഇതായിരുന്നു. ഫസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു നമ്മുടെ ക്ലാസ് തുടങ്ങിയ സമയത്ത് അല്ലേ? അതല്ല, അപ്പൊ എല്ലാം കൂടെ കണ്ടപ്പോ കൺഫ്യൂഷൻ ആയിരുന്നു അന്ന്. അതെ. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അന്ന് ഒരു ടീച്ചർ ഒരു പാട്ടും മറ്റേ ടീച്ചർ മറ്റേ പാട്ടും ആ ഒരു രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മള് മിക്സ് ചെയ്തെടുക്കും. അപ്പോ എറിക്സന്റെ രീതിയിൽ ഇപ്പൊ ട്രസ്റ്റ് മിസ്ട്രസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അമ്മയായിട്ട് ബിൽഡപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അതൊരു ഫണ്ടമെന്റൽ സ്റ്റേജ് ആണ്. അമ്മ അല്ലെങ്കിൽ കെയർ ഗീവർ പ്രോപ്പർ ആയിട്ട് കുട്ടിക്കുള്ള കെയർ കൊടുക്കുവാണെങ്കിൽ കുട്ടിയുടെ സേഫ്റ്റി, സെക്യൂരിറ്റി, ലവ് അതെല്ലാം ഡെവലപ്പ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജ് വന്നത് സെക്കൻഡ് സ്റ്റേജ് ഏതായിരുന്നു? ഏത് ഏജാ പറഞ്ഞത്? സെക്കൻഡ് സ്റ്റേജ് ഏർലി ചൈൽഡ്ഹുഡ് അല്ലെ? ആരുടെയും അൺമ്യൂട്ട് ആണ്. ഏർലി ചൈൽഡ്ഹുഡ് 2 to 3 years ആയിരുന്നു. 2 to 3 years ആയിരുന്നു ഏർലി ചൈൽഡ്ഹുഡ് പറഞ്ഞത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓട്ടോണമി വേഴ്സ് ഷെയിം ആൻഡ് ഡൗട്ട്. സെക്കൻഡ് സ്റ്റേജ് എറിക്സന്റെ തിയറി അനുസരിച്ച് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു. ആ സമയത്ത് കുട്ടി ഓട്ടോണമി, ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് തുടങ്ങും.
കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനും തന്നെ ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങുന്ന ഒരു സമയം. അപ്പൊ അത് ആ ഒരു സ്റ്റേജിലേക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ്, ചില പാരന്റ്സ് ആയിരിക്കില്ല കുട്ടികളെ നോക്കുന്നതില്, ഡിപ്പെൻസ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കെയർ ഗീവർ ആരാണോ അവര് കുട്ടികൾക്ക് അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കും. ലൈക്ക് പോട്ടി ട്രെയിനിങ്, എറിക്സൺ ടോയ്ലറ്റ് ട്രെയിനിങ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഈ ഒരു ഏജിൽ. എറിക്സൺ എന്നുവെച്ചാൽ ലേൺ ചെയ്യണം, അവിടെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുക. കുട്ടി ഓരോ കാര്യങ്ങളിലും സ്റ്റാർട്ട് ചെയ്യാണ്. കുട്ടി സ്ട്രഗിൾ ചെയ്യുന്നു ചില കാര്യങ്ങൾ ചെയ്യാൻ, പിന്നെ ചിലപ്പം ഷെയിം ആയി പോകും. ഇപ്പൊ ടോയ്ലറ്റ് ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് കിട്ടിയില്ല, കുട്ടി അറിയാതെ യൂറിൻ പാസ് ചെയ്ത് പോകുമ്പോൾ കുട്ടിക്കൊരു ഷെയിം വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഷെയിം അതെല്ലാം വരുന്ന ഒരു ഏജ് ആണിത്. ഓക്കെ, നസീമ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എറിക്സന്റെ എല്ലാം കണ്ടുപിടിച്ച് വരണം, ഗൂഗിളിൽ ഷെയർ ചെയ്ത എറിക്സൺ, വിഗഡോവ്സ്കി ഇവരുടെ എല്ലാം നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, ഞാൻ പകുതി വെച്ച് പോയി. എനിക്കിത് നമ്മളെ ഇലക്ഷന് മുമ്പ് അപ്പോഴാണ് ഞാൻ പറഞ്ഞതാണ് എന്റെ ഓർമ്മ. ഓക്കെ, നമ്മള് സൈക്കോളജി എന്നുള്ള ചാപ്റ്ററിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം 2 യൂണിറ്റിലെ രണ്ടാമത്തെ രണ്ടും കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ അടുത്ത പിന്നെ മൊഡ്യൂൾ ആണോ ഇത് സൈക്കോളജി എന്നുള്ള? അല്ലല്ലോ, മൊഡ്യൂൾ പറയാം. മൊഡ്യൂൾ 1 തന്നെ പാർട്ട് 2 ആണല്ലോ. പാർട്ട് 2 5th വരെ കിട്ടിയിട്ടുള്ളൂ. 5th ഇതൊക്കെ വന്നിട്ടുണ്ട് ആദ്യം നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയ സമയത്ത്, ഈ ഫുൾ വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. 5th വരെ വന്നിട്ടുള്ളൂ. 5th വരെ മാം ഞാൻ നോക്കി, ഫസ്റ്റ് വരെ നോക്കി. ഇല്ല മിസ്സേ, ആദ്യം 5 വന്നിട്ടുണ്ട്, പിന്നെ അത് വീണ്ടും ഇട്ടേക്കണത് ഫസ്റ്റ് തൊട്ട് 10 വരെയാണ് ഇട്ടേക്കണത്. ഇട്ടിട്ടില്ലേ? ഫുൾ ഇട്ടിട്ടില്ലേ? ഇട്ടിട്ടുണ്ട്. ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് തരാം ഉള്ളവര്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചൈൽഡ് ഡെവലപ്മെന്റും സൈക്കോളജിയാണ് പറയുന്നത്. കുറെ അധികം കണ്ടന്റ് ഉള്ള പാർട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ നിങ്ങളോട് എല്ലാം നോക്കി വരും, നമുക്കത് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോ സ്റ്റേജ് 2 നമ്മൾ പറഞ്ഞു. ഇനി സ്റ്റേജ് ആ സമയത്ത് ഷൈ, നാണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. ഡിപ്പെൻഡൻസി, തന്നെത്താനെ ഓട്ടോണം, തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാൻ, സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ഒരു ഡെവലപ്മെന്റ് വരുന്ന സ്റ്റേജ് ആണ്. നെക്സ്റ്റ് സ്റ്റേജ് 3. ഓക്കെ, തേർഡ് സ്റ്റേജ് എറിക്സൺ പറയുന്ന അനുസരിച്ച് തേർഡ് സ്റ്റേജ് നമ്മളുടെ പ്രീ സ്കൂൾ ഇയേഴ്സ് ആണ്, നമ്മുടെ കയ്യിലൊക്കെ കിട്ടുന്ന ആ ഒരു സമയം. അപ്പൊ അവർക്ക് അവരുടെ പവർ മനസ്സിലാവും, അവർക്ക് എങ്ങനെയാണ് എങ്ങനെ സോഷ്യലി ഇന്ററാക്ട് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 3. ഈ സ്റ്റേജില് സക്സസ്ഫുൾ ആയിട്ട് അവർ പോവുകയാണെങ്കിൽ, അവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അവർ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യും. അവര് നല്ല ലീഡിങ്, ആ ഒരു ചില കുട്ടികൾ കണ്ടിട്ടില്ലേ എല്ലാ കാര്യങ്ങളും ലീഡിങ്. അപ്പൊ ടീച്ചർമാർ അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോഴേക്കും അവർക്ക് ആ ഒരു എന്തെങ്കിലും ജോലികൾ ഏൽപ്പിക്കും അങ്ങനെ. പക്ഷെ ഇതിനങ്ങ് താഴെ പോകുന്ന കുട്ടികൾക്കൊരു ഗിൽറ്റി ഫീലിംഗ്, അവർക്കൊരു ഡൗട്ട്, ഞാൻ ചെയ്താൽ ശരിയാവുമോ, അവർ ഇനീഷ്യേറ്റ് ചെയ്യാൻ, അതായത് ലീഡ് ചെയ്യാനായിട്ട് ഒരു മടിയാണ്. അപ്പൊ 2 കാറ്റഗറിയിലും കുട്ടികളായി മാറും. അതായത് ഒന്ന് പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവ് സൈഡ്. നല്ല രീതിയിൽ ഡെവലപ്മെന്റ് നടന്നില്ലെങ്കിൽ കുട്ടിയിലെ കോൺഫിഡൻസ് ലെവലും താഴേക്ക് പോകും, ലീഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു തോന്നലൊക്കെ വരും. നിങ്ങൾക്കത് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ക്ലാസ് റൂമിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. കുറച്ചൊന്ന് സെർച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനായിട്ട് തരാതിരുന്നത്. അപ്പം അത് ബുദ്ധിമുട്ടാണെങ്കിലും വേണമെങ്കിൽ ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്ത് തരാം. നെക്സ്റ്റ് സ്റ്റേജ് 4 ഏർലി സ്കൂൾ ഇയേഴ്സ്, 5 ഇയർ തുടങ്ങി 11 ഇയേഴ്സ്, അങ്ങനെ കുറെ കൂടെ അവര് വലുതായി, സോഷ്യൽ ഇന്ററാക്ഷൻസ് നടക്കുന്നു. അവരുടെ അച്ചീവ്മെന്റ്സ്, പല കാര്യങ്ങളിലും അവർക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാകും. അവരുടെ എബിലിറ്റി, എന്തിലാണ് അവര് സ്കിൽഫുൾ, ആ ഒരു ഇത് തെളിഞ്ഞു വരുന്ന ഒരു ടൈം. എന്താണ് അവർക്ക്, ഡാൻസ് ആണോ, പാട്ടാണോ, അല്ലെങ്കിൽ വരയ്ക്കുവാണോ, ഡ്രോയിങ് ആണോ, അങ്ങനെ ഇവരുടെ സ്കില്ല് ഒന്ന് തെളിഞ്ഞു വരുന്ന ഒരു ഏജ് ആണ് 5 to, കുറെ കൂടെ മനസ്സിലാവുന്ന ഒരു ഏജ് 5 to 11 ഇയേഴ്സ്.
സോഷ്യലൈസ് ചെയ്യും, പഠിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള മനസ്സിലാക്കും, അങ്ങനെ അവർ സക്സസിലേക്ക് പോവുകയാണ്. പക്ഷെ താഴേക്ക് പോകുന്നവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മൾ പറഞ്ഞില്ലേ, ഫെയിലിയർ വരുവാണെങ്കിൽ അത് ഇൻഫീരിയർ ആയിട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകുന്ന പിള്ളേർക്ക് അവരുടെ സ്കില്ലിൽ അവർ കൂടുതൽ ഇംപ്രൂവ് ചെയ്യും. പാരന്റ്സിന്റെ കയ്യിൽ നിന്നും ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് നല്ല എൻകറേജ്മെന്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഈ ഒരു ടൈമിൽ അവർ നല്ല സ്കിൽഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പോകും. പക്ഷെ അതേസമയം പ്രോപ്പറായിട്ട് എൻകറേജ്മെന്റ് പാരന്റ്സിന്റെ സൈഡിൽ നിന്നും ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ സ്വന്തം ഫ്രണ്ട്സ്, സ്വന്തം ഏജ് ഗ്രൂപ്പുകാർ കളിയാക്കും, അങ്ങനെയൊക്കെ അവരുടെ എൻകറേജ്മെന്റും കിട്ടാതെ വരുമ്പോൾ അവരങ്ങ് ഡൗട്ട്ഫുൾ ആവും, അവർ സക്സസ്ഫുൾ ആകില്ല അവരുടെ കഴിവുകളിൽ. അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ചില കുട്ടികൾക്ക് നല്ല കഴിവുണ്ടാവും, പാരന്റ്സ് പ്രൊമോട്ട് ചെയ്യില്ല, ടീച്ചേഴ്സും ചിലപ്പോൾ കണ്ടില്ല നടത്തും, ഫ്രണ്ട്സ് അതിനെ കൂടുതൽ ബോദർ ചെയ്യില്ല, അവനത് ചെയ്യണം കാണുമ്പോൾ കളിയാക്കുമോ, അങ്ങനെ താഴ്ത്തി ഇതാക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ സക്സസ്ഫുൾ ആകുന്നില്ല. അതാണ് രണ്ട് കാറ്റഗറി. എന്തിനും രണ്ടും സംഭവിക്കുന്നു, അപ്പ് ആൻഡ് ഡൗൺ സംഭവിക്കുന്ന രണ്ട് കാറ്റഗറി വരുന്നു. ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഇന്റർവെൻഷൻസ്, ഇടപെടലുകൾ ചെന്ന് കഴിഞ്ഞാൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് നടക്കാൻ. നെക്സ്റ്റ് സ്റ്റേജ് 5 ഐഡന്റിറ്റി വേഴ്സ് കൺഫ്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. 5th സ്റ്റേജ് എറിക്സന്റെ 5th സൈക്കോസോഷ്യൽ സ്റ്റേജ്. പേഴ്സണൽ ഐഡന്റിറ്റി ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. ഞാൻ ആരാണ്, എന്റെ വ്യക്തിത്വം എന്താണെന്ന് സ്വയം മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ്. അത് ത്രൂ ഔട്ട് ദ ലൈഫ് ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിന്റെ എഫക്റ്റ് ഉണ്ട്. ത്രൂ ഔട്ട് ദ ലൈഫ് ടീനേജ് ആ ഒരു ഇത് സെൽഫ് പേഴ്സണൽ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുന്ന. അപ്പൊ അവരെപ്പോഴും ആ ഒരു ഐഡന്റിറ്റി അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ നോക്കും, അവനവനോട് തന്നെ നീതി പുലർത്താൻ നോക്കും, സത്യസന്ധമായിരിക്കും, ട്രൂ ടു അവേഴ്സ്, ആ രീതിയിൽ തന്നെ കുട്ടി പോകും. ഇതിൽ അതിപ്പോ പോസിറ്റീവ് സൈഡാണ്. ഇതിൽ ഫെയിലിയർ ആവുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവർ വീക്ക് ആയിരിക്കും, അവരുടെ സെൽഫിനെ കുറിച്ച് അവർ ഒട്ടും കോൺഫിഡന്റ് ആയിരിക്കില്ല, വളരെ വീക്ക് സെൻസ് ഓഫ് സെൽഫ് ആയിരിക്കും. അവർക്ക് കൺഫ്യൂഷൻ, ഞാൻ ചെയ്താൽ ശരിയാവും, കാരണം ആ ഒരു പേഴ്സണാലിറ്റി അവരുടെ ഡെവലപ്പ് ചെയ്ത് വരാതെ വരും, ആ ഇൻഡിവിജ്വലാലിറ്റി അങ്ങ് ഡൗൺ ആയിട്ട് സെൻസ് ഓഫ് സെൽഫ് വീക്ക് ആവും ആ കാറ്റഗറി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് 6 ഇന്റിമസി വേഴ്സ് ഐസൊലേഷൻ. ചില ബന്ധങ്ങളോടുള്ള താല്പര്യങ്ങൾ, ആ ഒരു അറ്റൻസ് ഇന്റിമേറ്റ് ആകും, ലവിങ് റിലേഷൻഷിപ്പ് വിത്ത് അതർ പീപ്പിൾ നല്ല സക്സസ് ആയിട്ട് പോവുകയാണെങ്കിൽ അത് സ്ട്രോങ് റിലേഷൻഷിപ്പ് ആകും. അല്ലെങ്കിലാണ് ബ്രേക്കപ്പ് ഒക്കെ ആയി പോകുന്നത്. നമ്മൾ കേൾക്കാറില്ലേ, ഫെയിലിയർ ആയി ബ്രേക്കപ്പ്സ് ആകുമ്പോഴേക്കും ലോൺലിനെസ്സും ഐസൊലേഷൻ ഒക്കെ വരും. ചിലത് വയലൻസിലേക്ക് പോകും, ആസിഡ് അറ്റാക്ക് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കത്തിച്ച് കൊടുക്കും, പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ആ ഒരു സംഭവമൊക്കെ വരുന്നത് ഡൗൺ ഇതിലേക്ക് പോകുന്ന ഒരു സെൻസിലേക്ക് പോകുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ചിലര് ഡിപ്രഷനിലേക്ക് പോവാം, ചിലർക്ക് വയലൻസ് ഇത് മനസ്സിൽ വരും, അങ്ങനെ അപകടങ്ങൾ സംഭവിക്കാം. നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ് അല്ലെ, ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്. പേഴ്സണൽ റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയം ഇതും ഇമ്പോർട്ടന്റ് ആണ്. കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ്. നെക്സ്റ്റ് സ്റ്റേജ് 7 പ്ലീസ് മ്യൂട്ട് ചെയ്യണേ, 5 മ്യൂട്ട് ചെയ്യണേ. അഞ്ജു കിഷോർ മ്യൂട്ട് ചെയ്യണേ, കേൾക്കുന്നില്ലേ? നെക്സ്റ്റ് സ്റ്റേജ് 7 ആണ്. ഇവിടെ പോയി ഓൺ ചെയ്ത് വെച്ചിട്ട് എവിടെയും പോയോ? കാര്യം കുട്ടികളുടെ ശബ്ദമാണ്, രസമാണ്, പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് ക്ലാസ്സിനെ. നെക്സ്റ്റ് സ്റ്റേജ് 7 വന്നു. ഈ സമയത്ത് കുറെ കൂടെ അവർ ഫോക്കസ് ആവുകയാണ് അവരുടെ കരിയർ, ഫാമിലി. പ്രീവിയസ് കേസ് എന്തായിരുന്നു, കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ ഒരു ഇതാവുമ്പോഴേക്കും അവർ ഫാമിലി കരിയറിലൊക്കെ കൂടുതൽ ഫോക്കസ് ആവും.
അത് സക്സസ്ഫുൾ ആവുന്നവരുടെ ലൈഫ് കുറെ കൂടെ ബ്രൈറ്റ് ആയിരിക്കും ലൈഫ്. അതേസമയം അതൊന്നും സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഗോള് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കരിയറിലൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ ഡൗൺ ആണെങ്കിൽ അവർക്ക് അൺപ്രൊഡക്റ്റീവ് ആയിട്ട് പ്രൊഡക്റ്റീവ് അല്ല. അഞ്ചു ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഹോസ്റ്റ് ഉണ്ടെങ്കിൽ ഹോസ്റ്റിനെ കൊണ്ട് മ്യൂട്ട് ചെയ്യിക്കുകയാണ്. അഞ്ചു മ്യൂട്ട് ചെയ്യാമോ? അറിഞ്ഞിട്ടുണ്ടാവില്ല, അതാണ്. സൗണ്ട് ചെയ്ത് വെച്ചിട്ട് പോയിക്കോളോ? ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേജ് ആണത്. ലൈഫിലെ സക്സസ്ഫുൾ ആകുന്നു, കരിയർ, ഫാമിലി അതൊക്കെ ഫോക്കസ് ചെയ്യുന്നു. അതല്ലാത്തവര് അൺപ്രൊഡക്റ്റീവ് ആയിട്ട് മാറുക. നെക്സ്റ്റ് സ്റ്റേജ് 8, ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞില്ലായിരുന്നോ എറിക്സൺ? അഞ്ജു പ്ലീസ്. ഫൈനൽ സ്റ്റേജ്. ഓക്കെ, ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് എന്ന് പറയുമ്പോഴേക്കും കുറച്ച് പേര് ഇപ്പൊ കുറെ കൂടെ വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്. ഓൾഡ് ഏജും അങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്ന ഒത്തിരി കുറെ ആളുകളെ നമുക്ക് കാണാം. അപ്പം എറിക്സൺ പറയുന്ന അനുസരിച്ച് ഓൾഡ് ഏജ് ആകുമ്പോൾ ഡെസ്പെയർ, നിരാശ വരുവാണ്. ഇനി എന്താ, എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ മതി, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയൊക്കെ വരുന്ന ഒരു സമയം. പലപ്പോഴും അവരുടെ ലൈഫിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് അവരും ഡെസ്പെയർ ഒക്കെ വരും. പിന്നെ ജീവിതകാലത്ത് അവർ ചെയ്ത മോശം കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ ചെയ്യരുതായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ചില ചിന്താഗതികളൊക്കെ വരാം. എറിക്സന്റെ തിയറി ബാക്കിയുള്ള പല സൈക്കോളജിസ്റ്റുകളുടെ തിയറിയെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ഇങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാമായിരുന്നു അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങള്. പിന്നെ കുറെ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ആരുടെ കാര്യങ്ങളാണെങ്കിലും, വിഗഡോസ്കിയുടെ ആണെങ്കിലും, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണെങ്കിലും, ജീൻ പിയാഗറ്റിന്റെ കാര്യങ്ങളാണെങ്കിലും അവർ പറഞ്ഞത് ചിലർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചിലർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കിപ്പം എല്ലാ സ്റ്റേജും നമുക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആയി. അത് അത്ര വ്യക്തമായിട്ടല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്നാണ് പലരും പറയുന്നത്. കറക്റ്റ് ആ ഒരു ഏജ് സ്പാൻ ഒന്നും അല്ല ഓരോ ഡെവലപ്മെന്റിനും എന്ന്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചിലർ പറയുന്നത് ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ അത് അനലൈസ് ചെയ്തിട്ടുണ്ട് ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ. അങ്ങനെ എന്ത് കാര്യത്തിനും ഒരു രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. എന്നിരുന്നാലും നമുക്ക് സൈക്കോളജി അല്ലെങ്കിൽ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ എറിക്സന്റെ തിയറി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എറിക്സൺ അതായിരുന്നു. പിയാഗറ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു. ഇനി വിഗ്ഡോസ്കിയുടെ കാര്യം. എറിക്സന്റെ സ്റ്റേജസ് ഒക്കെ അല്ലേ? വിഗ്ഡോസ്കി പറയുന്നത് ജസ്റ്റ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്, അഞ്ചു അവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. വിഗ്ഡോസ്കി പറയുന്നത്, ആ വിഗ്ഡോസ്കി എന്നുള്ള സൈക്കോളജിസ്റ്റ് വിളിച്ചിട്ട് കോൾ എടുക്കണില്ല. എനിക്ക് തോന്നുന്നു ആള് കിച്ചണിലും വല്ലതും ആയിരിക്കും. കുഴപ്പമില്ല, കുട്ടികൾ അവിടെ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സൈക്കോളജിസ്റ്റ് വിഗ്ഡോസ്കി വിചാരിച്ചെന്ന് വെച്ചാല്, ഈ ഒരു കുട്ടി വളരുന്ന സാഹചര്യങ്ങൾ ആരൊക്കെ ഉണ്ടാവും? കുട്ടി ജനിക്കുമ്പോ തുടങ്ങി ആരൊക്കെ ചുറ്റുപാടിൽ ആരൊക്കെ കാണും? പാരന്റ്സ് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ്, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാകും. പിന്നെ കുട്ടിയുടെ പ്രായത്തിലുള്ളവരുണ്ടാകാം, ആളുകൾ ഉണ്ടായിരിക്കാം അല്ലേ? ഇവരെല്ലാരും കുട്ടിയുടെ ഡെവലപ്മെന്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് വിഗഡോസ്കി പറയുന്നത്. ഈ ഉള്ള ആളുകളും ചുറ്റുപാടും എല്ലാം നൈബേഴ്സ്, കറക്റ്റ് നൈബേഴ്സ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ കുട്ടി ജീവിക്കുന്ന ചുറ്റുപാട്, അവിടെ ആളുകൾ ഫോളോ ചെയ്യുന്ന ചില കൾച്ചർ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്കറിയാം ഓരോ ഏരിയയിലും ആളുകളുടെ ഒരു കൾച്ചർ രീതികൾ ഡിഫറെന്റ് ആയിരിക്കും. അതെല്ലാം കുട്ടിയുടെ ഡെവലപ്മെന്റിന് റെസ്പോൺസിബിൾ ആണെന്നാണ് വിഗഡോസ്കി പറയുന്നത്. പിന്നെ വിഗഡോസ്കി പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് മെയിൻ ആയിട്ടും സോഷ്യൽ ഇന്ററാക്ഷൻസ് വഴിയാണ്
അതാണ് അതിനെ കൂടുതൽ കണക്ട് ചെയ്യുന്നത്, സോഷ്യൽ ഇന്ററാക്ഷൻസ്. അപ്പൊ അതുകൊണ്ടാണ് പല കുട്ടികളിലെ ഡെവലപ്മെന്റ് പല രീതിയിലായിരിക്കും. ഇപ്പൊ നമുക്കറിയാം ചില വീടുകളിൽ ഒരു പ്രയറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ആ ഒരു പ്രെയർ ചെയ്യുന്ന ചില വീടുകളുണ്ട്. ഫുഡിന് മുമ്പ് അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട്, അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് യാത്ര പോകുമ്പോൾ അപ്പൊ അവരൊരു പ്രെയർ ചെയ്യും. അങ്ങനെ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ട്, നമ്മുടെ വീട്ടിലുള്ളവർക്കെന്നല്ല അവരുടെ ഫ്രണ്ട്സിനോ ബന്ധുക്കൾക്കോ ദൂരെയുള്ള ആർക്കെങ്കിലും, അവർക്ക് അറിയാത്ത ആളുകൾക്കാണെങ്കിൽ പോലും ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു കൾച്ചറിൽ വരുമ്പോൾ ആ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് വേറൊരു രീതിയിലായിരിക്കും. ചില ആളുകൾ ഇങ്ങനെ ഭയങ്കരമായ ആഘോഷം എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇത് ചെറിയൊരു ഫാമിലിയിലെ ഏതെങ്കിലും മെമ്പറുടെ ബർത്ത്ഡേ അവരതൊരു ആഘോഷമാക്കും. അല്ലെങ്കിൽ വീട്ടിലൊരു പുതിയ പെട്ടിക്കുട്ടിയെ കൊണ്ടുവന്നു അതൊരു ആഘോഷമാക്കും. പൂച്ചക്കുട്ടി പ്രസവിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആഘോഷങ്ങൾ കണ്ടെത്തുന്ന ചില ആളുണ്ടാവും. അപ്പൊ അങ്ങനെ വളരുന്ന കുട്ടിയുടെ ഡെവലപ്മെന്റ് വേറൊരു രീതിയിലായിരിക്കും. ചില ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ തന്നെ കുട്ടികളില് പാരന്റ്സ് ചെയ്യുന്ന ജോലികളില് കുട്ടികളെ കൊണ്ടും അവരെ കൊണ്ടും ചെയ്യിപ്പിക്കും. പശുവൊക്കെ ഉള്ള വീടാണെങ്കിൽ പശുവിന് പുല്ല് കൊടുക്കുന്നതും അങ്ങനത്തെ ചെറിയ ചെറിയ ജോലികൾ ആ ഒരു ഏജിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യിപ്പിച്ച് ആ ഒരു രീതിയിൽ. ചില കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ വരുന്നത് പാല് അയൽ വീടുകളിലൊക്കെ കൊണ്ട് കൊടുത്ത് പാലൊക്കെ കൊടുത്തിട്ട് വരുന്ന പിള്ളേരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ രാവിലെ തന്നെ പശുവിന് വേണ്ടുന്ന പുല്ല് ചെത്താൻ പോകുന്ന കുട്ടികളുണ്ട്. ആ ഒരു കൾച്ചറിൽ ജീവിക്കുന്ന കുട്ടികളുടെ ഡെവലപ്മെന്റ് വേറെയാണെന്നുള്ള രീതിയിലാണ് വിഗഡോസ്കി പറയുന്നത്. സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് വിഗഡോസ്കി ഇമ്പോർട്ടന്റ് ആയിട്ട് ഡെവലപ്മെന്റിൽ പറയുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് വായിക്കുമ്പം ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ തോന്നും. പക്ഷെ നമ്മളൊന്ന് പല പ്രാവശ്യമായിട്ട് വായിക്കുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും. വിഗഡോസ്കി പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിരുന്നു ഇത്. വിഗഡോസ്കിയുടെ തിയറി അനുസരിച്ച് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ ഡെവലപ്മെന്റ് ബിറ്റ്വീൻ കൾച്ചേഴ്സ് പല കൾച്ചർ ഡിഫറൻസ് പറഞ്ഞു. പ്രെയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവര്, ആഘോഷങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവര്, വീട്ടിലെ ജോലികളിലെ കുട്ടികളെ കൂടെ പങ്കെടുപ്പിക്കുന്നവര്, അങ്ങനെ പല പല കൾച്ചർ ആകുമ്പോൾ അതും ആ കൾച്ചർ ഡിഫറൻസ് അഞ്ചു വന്നു തോന്നുന്നു. അഞ്ചു വന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ ഫൈൻ. വിഗഡോസ്കിയുടെ തിയറിയും പിയാഗറ്റിന്റെ തിയറിയും തമ്മിലൊന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. പിയാഗറ്റിന്റെ തിയറി അനുസരിച്ച് ചൈൽഡ്ഹുഡ് ഇന്ററാക്ഷൻസ് ആണ്, അതുപോലെ ചൈൽഡ് എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ് നമ്മൾ പറയുമല്ലോ, കുട്ടി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതും കുട്ടി പലരോടുമായിട്ടുള്ള ഇന്ററാക്ഷനുമാണ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പിയാഗറ്റ് പറഞ്ഞപ്പോൾ വിഗഡോസ്കി പറഞ്ഞു സോഷ്യൽ ഫാക്ടേഴ്സ് കൾച്ചറൽ ഡിഫറൻസുമാണ് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് വിഗഡോസ്കി പറഞ്ഞു. ഇതാണ് രണ്ടുപേരും തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇനി വിഗഡോസ്കിയുടെ തിയറി നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, വിഗഡോസ്കിയുടെ തിയറിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇത് പലരും നമ്മൾ കൂടുതൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്തു. ഇതിന് ഭയങ്കര ഒരു പോപ്പുലാരിറ്റി കിട്ടി. വിഗഡോസ്കിയുടെ തിയറി സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് കൾച്ചറൽ ഡിഫറൻസ് അതാണ് ഡെവലപ്മെന്റിന്റെ മെയിൻ കാരണം എന്ന് വിഗഡോസ്കി പറഞ്ഞത്. എല്ലാവരും പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്തു. ഒട്ടുമിക്ക ആൾക്കാർ ക്ലാസ് റൂമിൽ നമുക്ക് ഈ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കാം, അല്ലെ? കുട്ടികളെ ഗ്രൂപ്പായിട്ട് ചില ടാസ്കുകൾ ഏൽപ്പിക്കാം. വിഗഡോസ്കി പറഞ്ഞ അനുസരിച്ച് ഒരുമിച്ച് അവരെല്ലാവരും കൂടെ ആ ജോലി ചെയ്തു തീർക്കുന്നു. ഇപ്പൊ ഷെൽഫിൽ ബുക്കുകൾ അടുക്കി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്യും. അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ വരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ അവിടെ ഒരു ആഘോഷത്തിന്റെ ഇത് വരുന്നു. പിന്നെ എല്ലാവർക്കും നമ്മളിപ്പോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രെയർ സോങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഇവിടെയും ഒരു പ്രെയർ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് വിഗഡോസ്കിയുടെ തിയറി പല സെറ്റിങ്സിലും ആക്സെപ്റ്റബിൾ ആയത്. ചില സ്കൂളുകള് അതുപോലെയുള്ള സ്കൂളുകൾക്ക് വരുമ്പോൾ പ്രെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, സെലിബ്രേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, പിന്നെ കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ ടാസ്ക് ചെയ്യിപ്പിച്ച് റീഡ് ചെയ്യിക്കുന്നു. അങ്ങനെ വിഗഡോസ്കിയുടെ തിയറിക്ക് പോപ്പുലാരിറ്റി വരാൻ കാരണം അങ്ങനെ ചെയ്യുമ്പോൾ
അങ്ങനെ അവരിപ്പോ ഒരു ടാസ്ക് കൊടുത്ത് എല്ലാരും കൂടെ ചെയ്യുമ്പോൾ എന്താ, അവരുടെ ക്ലാസ് റൂം നല്ല ഓർഗനൈസ് ചെയ്യും. അതുപോലെ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലും അവർ ആ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യും. അപ്പം ഒരു ലെസൺ, എന്തെങ്കിലും ഒരു കാര്യം അവരെ പഠിപ്പിക്കുമ്പോൾ അവർക്കൊരു ചിട്ട വരും അല്ലെ, പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഈ രീതികളിലൂടെ അവരിലേക്ക് വരും. ഗ്രൂപ്പായിട്ട് തിരിച്ച്. അപ്പൊ ഇപ്പം ചില കുട്ടികൾക്ക് വളരെ സ്ലോ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുമായിട്ട് പെയർ ചെയ്യുമ്പോൾ അവരുടെ കൂടെ കൂടി അവർക്കൊരു ഡെവലപ്മെന്റ് വരുവാണ്. അങ്ങനെ ആ രീതിയിലൊക്കെ വിഗഡോസ്കിയുടെ കാര്യങ്ങൾ ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. സോഷ്യലൈസ് ചെയ്യുക, സോഷ്യൽ ഇന്ററാക്ഷൻ ആണല്ലോ മെയിൻ. അപ്പൊ ചില ഗെയിംസ് ഒക്കെ കൊടുത്ത് കുട്ടികളെ കൂടുതലും സോഷ്യലൈസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. വിഗഡോസ്കിയുടെ ഒത്തിരി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. ഇനി നമ്മള് എറിക്സൺ പറഞ്ഞു, പിയാഗറ്റ് ഓൾറെഡി പറഞ്ഞു, വിഗഡോസ്കി പറഞ്ഞു. എറിക്സൺ ഭയങ്കര സയന്റിഫിക് ആയിട്ട് സ്റ്റേജസ് ആയിട്ട് പറഞ്ഞപ്പോ വിഗഡോസ്കി വെറും 2 പോയിന്റ്സ് വെച്ചിട്ടാണ് ഡെവലപ്മെന്റ് പറഞ്ഞത്: സോഷ്യൽ ഇന്ററാക്ഷൻ, കൾച്ചറൽ ഡിഫറൻസ്. പിയാഗറ്റ് അത് കുറച്ചുകൂടെ ഒറ്റ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. എല്ലാം യൂണിവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തു പിയാഗറ്റ്. കുട്ടി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം, കുട്ടി ഇന്ററാക്ട് ചെയ്യണം, കുട്ടിയുടെ ചുറ്റും ജീവിക്കുന്നവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അതാണ് പിയാഗറ്റ് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് സെക്ഷുവൽ ഡെവലപ്മെന്റ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് അത് നമുക്ക് എന്താ നോക്കാം. ഫ്രോയിഡ് എന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അത് ഫ്രോയിഡ് പറയുന്ന അനുസരിച്ച് ഫസ്റ്റ് സ്റ്റേജ് അത് ഓറൽ സ്റ്റേജ് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ബർത്ത് തുടങ്ങി 1 ഇയർ അത് ത്രൂ മൗത്ത്. കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ഫീഡ് ചെയ്യുന്ന ഒരു ടൈം, ബ്രസ്റ്റ് ഫീഡിങ് നടത്തും. ആ സമയത്ത് കുട്ടി അത് എൻജോയ് ചെയ്യുവാണെന്നാണ് പറയുന്നത്. അവിടെ കുട്ടിക്ക് ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അതുകൊണ്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ പല കാര്യങ്ങളിൽ ആളുകൾ ഭയങ്കരമായിട്ടും കോൺട്രഡിക്റ്റ് ചെയ്തു, ശരിയല്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഫ്രോയിഡ് അതിൽ തന്നെ ഭയങ്കരമായിട്ട് ഉറച്ചു നിന്നു. ആ സമയത്ത് കുട്ടി ഹാപ്പിനെസ് കണ്ടെത്തുന്നത് ത്രൂ ഓറൽ ആണെന്നാണ് പറയുന്നത്. ഓറൽ സ്റ്റേജ് ഇറോജിനസ് സോൺ എന്നാണ് അതിന് പറയുന്നത്. നെക്സ്റ്റ് 1 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെ ആനൽ സ്റ്റേജ്, അതായത് കുട്ടിയുടെ ബവൽ മൂവ്മെന്റ്, ബ്ലാഡർ കൺട്രോൾ, ടോയ്ലറ്റ് ട്രെയിനിങ്, അതൊക്കെ. കുട്ടി യൂറിൻ പാസ് ചെയ്യുമ്പോഴും മോഷൻ പാസ് ചെയ്യുമ്പോഴും കുട്ടിക്ക് ഹാപ്പിനെസ് വരുന്നു എന്നുള്ളതാണ് ഫ്രോയിഡ് പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് ഒരു ഫാലിക് സ്റ്റേജ് 3 to 6 ഇയേഴ്സ്. ആ ഒരു സമയത്ത് കുട്ടിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, കുട്ടിയുടെ ജെനിറ്റൽസ്, അതിന്റെ റിലേറ്റഡ് കാര്യങ്ങളുമായിട്ട് കുട്ടിക്ക് ചില ക്യൂരിയോസിറ്റി, ഒരു കൗതുകമൊക്കെ തോന്നുക കുട്ടിയുടെ ബോഡി പാർട്സിന്റെ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. നെക്സ്റ്റ് ഒരു 6 വയസ്സ് തുടങ്ങി പ്യൂബർട്ടിയിലേക്ക് എത്തുന്ന ആ ഒരു സ്റ്റേജ്. ആ സമയത്ത് കുട്ടികളെ നല്ലതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യിക്കണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അവര് ഒത്തിരി കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. പിന്നെ ഉള്ളത് ലാസ്റ്റ് സ്റ്റേജ് ആണ് ജെനിറ്റൽ സ്റ്റേജ്. പ്യൂബർട്ടി തുടങ്ങി ഡെത്ത് വരെ സമയത്ത് ഒരു മെച്യൂരിറ്റി എത്തുന്നു, സെക്ഷൽ ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നു, ഇഷ്ടപ്പെട്ട ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നു, കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു, സെക്ഷൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതാണ് എറിക്സൺ പറഞ്ഞത്. അപ്പൊ എറിക്സന്റെ തിയറിയോട് കുറെ പേര് എഗെയിൻസ്റ്റ് ആയിരുന്നു, കുറെ പേര് അത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ എറിക്സൺ അല്ല, ഫ്രോയിഡ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുമായിരുന്നു. അപ്പൊ ഇത് ഏകദേശം ക്ലിയർ ആയല്ലോ, ഇത്രയും ആളുകൾ പറഞ്ഞു. മാം അതൊന്നുകൂടെ പറയൂ, എത്ര ആളുകളാണ് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ പേരുകളൊന്ന് പറഞ്ഞു നോട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നുള്ള, അതായത് അശ്വതി മിസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് നിങ്ങൾക്ക് എടുത്തത്. ഞാൻ അതിന് മുമ്പ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഞാൻ എടുത്തില്ലേ? സോഷ്യോ ഇമോഷണൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ എടുത്ത സമയത്ത് ജീൻ പിയാഗറ്റിനെ പറ്റി പറഞ്ഞു. സൈക്കോ സോഷ്യൽ അനാലിസിസ് ആണ്, സൈക്കോളജിസ്റ്റ്. പിയാഗറ്റ്, PIAGET, JEAN PIAGET. ഞാൻ വേണമെങ്കിൽ ഇവരുടെ ഓരോരുത്തരുടെയും ഞാൻ എടുത്ത ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. പക്ഷെ നിങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ഇതിനേക്കാൾ സിമ്പിൾ ആയിരിക്കാൻ കിട്ടിയിട്ടുള്ളത്. ഈ ലിങ്ക് ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ. അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയാൽ മതി, ഫുൾ കോപ്പി ചെയ്യരുത്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പേരുകളൊന്ന് പറയാം. ജീൻ പിയാഗറ്റ്, അതുപോലെ വേറെ പിയാഗറ്റ്, സിഗ്മണ്ട് ഫ്രോയിഡ്. ഞാൻ അത് വേണമെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം.
ക്യാപ്സ് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ ഒന്നും ആക്കിയിട്ടില്ല, അതൊക്കെ കറക്റ്റ് എഴുതിക്കൊള്ളണം. എന്റെ ലിങ്ക് ഷെയർ ചെയ്യണോ? ഇപ്പഴല്ല, ക്ലാസ് റൂമില്. യെസ് മാം. ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തോളൂ. എനിക്ക് വായിച്ചിട്ട് ഈസി ആയിട്ടാണ് ഞാൻ എടുത്തേക്കണതേ. യെസ് മാം. എന്തൊക്കെയാ? മാം, ഈ പിയാഗറ്റിന്റെ സെർച്ച് ചെയ്തപ്പോ 4 സ്റ്റേജിന്റെ ഒരു ഇതാണ് കിട്ടിയത്. അത് മതിയാവോ? അത് മതി, അതാണ് നമ്മൾ പറഞ്ഞതും ക്ലാസ്സിൽ. അത് ഷോർട്ട് ആയിട്ടാണ് ഞാൻ കണ്ടത്, അപ്പൊ അതാണ് എഴുതിയത്. ഓക്കെ ഓക്കെ. 4 സ്റ്റേജിന്റെ. അതായത് സെൻസറി മോട്ടോർ സ്റ്റേജ്, ബർത്ത് തുടങ്ങി ഏജ് 2 years വരെ, പിന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, യെസ്, പിന്നെ കോൺസർവേഷൻ ആക്ടിവിറ്റി, ഫോർമൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 11 വയസ്സ് തുടങ്ങി പിന്നീടുള്ള കാലം. ഓക്കെ, അതെ, എനിക്ക് അങ്ങനെ കിട്ടിയ. അത് തന്നെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കണം, അതാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ ഷെയർ ചെയ്യാം ലിങ്ക്. അതിൽ നിന്ന് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്ന വളരെ സിമ്പിൾ കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യാം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ ആ സ്റ്റേജസ് എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. റിക്സിന്റെ സ്റ്റേജ്, വില്യം ഷേക്സ്പിയറിന്റെ 7 സ്റ്റേജസ് ഇല്ലേ? വില്യം ഷേക്സ്പിയറോ? വില്യം ഷേക്സ്പിയറിന്റെ 7 സ്റ്റേജസ് ഓഫ് BA ഇംഗ്ലീഷിന് പഠിച്ച ഒരു ഓർമ്മ. 15 years ആയി പഠിച്ചു കഴിഞ്ഞിട്ട്. ഇപ്പൊ ഇങ്ങനെ മാമത്തെ ക്ലാസ് കേട്ടപ്പോ ഇങ്ങനെ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? എനിക്കത് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചു. വേൾഡ് ഈസ് എ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാറന്ന് പഠിപ്പിച്ചത് നല്ലൊരു ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഒരു തോന്നല്. ഇപ്പൊ 7 സ്റ്റേജസ് ആയിരുന്നു അതില് പറഞ്ഞത്. അത് ചൈൽഡ് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആണോ, അതോ വേൾഡിലെ ഹ്യൂമൻ ലൈഫോ അങ്ങനെ വല്ലതും ആണോ? ഒരു ഹ്യൂമന്റെ സ്റ്റേജസ് ആണ്, ചൈൽഡ് ലൈഫ് മാത്രല്ല. അതേപോലെ തന്നെ സയൻസ് ആയിരുന്നു, എനിക്ക് പ്രീ ഡിഗ്രി വരെയുള്ള കാര്യങ്ങളെ അറിയുള്ളൂ, ഇംഗ്ലീഷ്. വില്യം ഷേക്സ്പിയറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, 7 സ്റ്റേജസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് നോക്കാം. ഓക്കെ. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാ? ഡിഗ്രി BA പഠിച്ച സമയത്തുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു, ഇപ്പൊ ഓർമ്മയില്ല. വേൾഡ് ഈസ് എ സ്റ്റേജ്, എന്തായിരുന്നു സ്റ്റേജ്. ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. യെസ്, അതാണ്. ഉണ്ടായിരുന്നു പഠിക്കാനുണ്ടായിരുന്നു. 7 സ്റ്റേജസ് ഓഫ് മാൻ, അതാണോ? അതന്നെ. ദ വിന്നിംഗ് സ്കൂൾ ബോയ്, കറക്റ്റ് അല്ലേ? സോൾജിയർ. അതെ. സോൾജിയർ, അതെ. ഓൾഡ് മാൻ. നമ്മളിപ്പോ എറിക്സന്റെ പറഞ്ഞതുമായിട്ട് ഏതാണ്ട് ഒരു മാച്ച് ഉണ്ടല്ലേ. പിന്നെ വൈനിങ് സ്കൂൾ ബോയ്, ഇമോഷണൽ ലവർ, നമ്മൾ അതൊക്കെ വരുന്നുണ്ട്. ഓൾഡ് മാൻ, പാന്റലൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ്. അത് കൊള്ളാമോ? ഞാൻ ആദ്യമായിട്ടേക്കാം. താങ്ക് യു നസീല. താങ്ക് യു മാം. ഞാൻ ആക്ച്വലി സയൻസ് മീൻസ് ഞാൻ എന്റെ പ്രീ ഡിഗ്രി മാത്സ് ആയിരുന്നു. പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന്, മാത്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ അത് ശരിയായ ട്രാക്ക് അല്ല എന്ന് മനസ്സിലാക്കി മാറ്റിയാണ് ഞാൻ മോണ്ടിസോറി പിന്നെ MSW കൗൺസിലിംഗ് ഒക്കെ ആയത്. 15 years ബാക്ക് ആണ്. പക്ഷെ മാം ഇത് പഠിപ്പിച്ചപ്പോ എനിക്ക് എന്തോ മനസ്സിലത് പെട്ടെന്ന് ഓർമ്മ വന്നു. നല്ലൊരു ഇൻഫർമേഷൻ. നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റേജസും എഴുതി വെക്കാം. നമുക്ക് എപ്പോഴെങ്കിലും കൊച്ചുകുട്ടികൾക്കല്ല, അല്ലാതെ എവിടെയെങ്കിലും നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് പ്രയോഗിക്കാലോ ഈ എല്ലാ സ്റ്റേജസും വെച്ചിട്ട്.
ഇപ്പൊ ഈ സൈക്കോളജി പേരുടെയാണോ നമ്മൾ നോക്കേണ്ടത്? എന്തോ സൈക്കോളജിന്റെ 4 പേര് മാം ഇട്ട 4 പേരുടെയാണ് ഇപ്പൊ നോക്കണ്ടേ? ഞാൻ ലിങ്ക് നാളെ ക്ലാസ് റൂമിലൂടെ ഷെയർ ചെയ്യാം, കൊടുക്കാം. ഓക്കെ. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവരുടെ പലതും കിട്ടും. അപ്പൊ ഞാൻ പലതും നോക്കിയിട്ട് എനിക്ക് ഓക്കെ എന്ന് തോന്നിയതാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് മുഴുവൻ ഇരുന്ന് നോട്ട് എഴുതാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ലിങ്ക് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ മെയിൻ പോയിന്റ്സ് എല്ലാം പറയുന്നത്. നിങ്ങളിപ്പോ നോട്ട് ചെയ്യുകയാണെങ്കിൽ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഒന്ന് വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ അത് ഞാൻ ഷെയർ ചെയ്തിട്ടേക്കാം. സിമ്പിൾ ആണ്. അതിലുള്ള മുഴുവനും ഇങ്ങനെ വായിച്ച് പോണ്ട. കുറെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ നോട്ട് ചെയ്യാം. എല്ലാ സ്റ്റേജസും അതിൽ വരണം എന്നേ ഉള്ളൂ. ടേബിൾ ആയിട്ട് കൊടുത്തിട്ടില്ലേ, അത് നോട്ട് ചെയ്ത് വെച്ചൂടെ? എറിക്സന്റെ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പാരിസൺ ഉണ്ട്, രണ്ടുപേരുടെ ഒരു കമ്പാരിസൺ ആയിട്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം അല്ലേ? അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പൊ ടീച്ചേഴ്സിന് അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ടീച്ചേഴ്സും സൈക്കോളജിയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. പലപ്പോഴും ബി.എഡിന് പോകുന്നവര്, D.TED പോകുന്നവര്, ഇപ്പൊ മോണ്ടിസോറിയിലാണെങ്കിലും ഇത് സൈക്കോളജി നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ പെട്ടെന്നൊന്ന് മനസ്സിലാകാൻ പറ്റിയൊരു ടൂൾ തന്നെയാണ്. ഇവിടെ ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി. ഇവിടെ ഒരാളുടെ പേരുണ്ട്, HR ഷാഫർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വായിച്ചു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആണ്, ബ്രിട്ടനിലുള്ളത്. ജനിച്ചത് ജർമ്മനിയിലാണെങ്കിലും ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് കൂടുതലുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സൈക്കോളജി തുടങ്ങിയപ്പോൾ. സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്, അതാണ് സൈക്കോളജി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ബ്രിട്ടൻ അവിടെയാണ് അദ്ദേഹം രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി. എഡ്യൂക്കേഷൻ ഇൻ സിമ്പിൾ ടേംസ് ഈസ് ദ എഡ്യൂക്കേറ്റ്, ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്യൂട്ടർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അയാളുടെ രീതികൾ മാറ്റുക അല്ലെ. ആ ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് അയാൾക്ക് മാക്സിമം അയാളുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ അയാളുടെ സ്കില്ലിൽ ഇംപ്രൂവ്മെന്റ്സ്, മോഡിഫിക്കേഷൻസ് കൊടുക്കുക. അതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ടു ഷേപ്പ് ചെയ്യാം. നമ്മുടെ കയ്യിലൊരു ഒരു കല്ല് കിട്ടി നമ്മൾ അതിനെ നല്ല ഭംഗിയുള്ള ശില്പമാക്കി മാറ്റുന്നു എന്നുള്ള രീതി തന്നെയാണ് എഡ്യൂക്കേഷൻ ഉള്ളത്. ടു ഷേപ്പ് ദ ബിഹേവിയർ ഓഫ് ദി സബ്ജക്ട് ആൻഡ് ബ്രിങ് പോസിറ്റീവ് ചേഞ്ചസ്. ഇപ്പം വിഗഡോസ്കി പറഞ്ഞത് അല്ലെങ്കിൽ എറിക്സൺ പറഞ്ഞതിലെല്ലാം നമുക്കത് മനസ്സിലാവും അല്ലെ. കറക്റ്റ് ആയിട്ട് നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റും ചേഞ്ചസും ആയിരിക്കും. അവരുടെ സ്കിൽസ് കണ്ടെത്തി അതിലേക്ക് അവരെ തിരിച്ചുവിടുമ്പോഴൊക്കെ നല്ലൊരു രീതിയായിരിക്കും അവർക്ക് വരുന്നത്. എന്റെ വീടിനടുത്തുള്ള ഒരു കുട്ടി നല്ലപോലെ വരയ്ക്കും. എന്ത് കണ്ടാലും അത് അതുപോലെ വരച്ചു വെക്കും. ഇപ്പൊ ദൈവങ്ങളുടെ പടങ്ങളാണെങ്കിലും എന്തും വരയ്ക്കും. അങ്ങനെ ഈ കൊച്ച് ഈ ഒരു ജോക്കർ ഇല്ലേ, കണ്ണീന് ഇങ്ങനെ ബ്ലഡ് വരുന്ന രീതിയിൽ, അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് മൂവിയിലുള്ള ഒരു ജോക്കർ ഉണ്ടല്ലോ, കുട്ടി അത് വരച്ചു. നല്ല ഭംഗിയായിട്ട് വരച്ചു. പക്ഷെ അതിന്റെ അമ്മ വഴക്ക് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു പിക്ചർ ആയതുകൊണ്ട് കണ്ണീന്ന് ബ്ലഡ് വരുന്നു, അതിനുശേഷം ആ കൊച്ചു വരയ്ക്കുന്നില്ല. ആക്ച്വലി നമ്മൾ അതിനെ വേറൊരു രീതിയിൽ അതിനെ ഡീവിയേറ്റ് ചെയ്ത് എല്ലാ നല്ല പിക്ചേഴ്സും പോസിറ്റീവ് മെസ്സേജ് തരുന്ന രീതിയിലുള്ള പിക്ചർ കുട്ടിക്ക് അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയതുകൊണ്ടായിരിക്കും അത് വരച്ചത്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരുന്ന രീതിയിൽ അവരുടെ സ്കില്ല്, അവരുടെ ബിഹേവിയർ എല്ലാം ഷേപ്പ് ചെയ്യാന്നുള്ളതാണ് ടീച്ചേഴ്സിന്റെ ജോലി. അങ്ങനെയാകുമ്പോൾ അത് ഷേപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ബിഹേവിയർ സയൻസ് അത് നമ്മൾ മനസ്സിലാക്കണം. സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ് ആണ് സൈക്കോളജി. അതാണ് ടീച്ചേഴ്സും സൈക്കോളജിയും തമ്മിലുള്ള കണക്ഷൻ. All teachers how to understand the children with whom they interact. കുട്ടിയെ മനസ്സിലാക്കണം. കുട്ടി ഏതൊക്കെ എൻവയോൺമെന്റിൽ നിന്നാണ്, ഏത് ചുറ്റുപാടിൽ നിന്നാണ് വരുന്നത്, ആരായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ടീച്ചേഴ്സിന് അറിയണം. കുട്ടിയുടെ പാരന്റിന്റെ രീതികള്, കുട്ടിയുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അത്, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അത്, കുട്ടി ജീവിക്കുന്ന സാഹചര്യം. പിന്നെ they should know how they think, how they read to how they react to their environment,
the strength and weakness of their personality, etc. ശരിക്കും കുട്ടികൾ ഒരു തുറന്ന പുസ്തകം പോലെ ടീച്ചറുടെ മുമ്പിൽ കുട്ടികളായിരിക്കും. പലപ്പോഴും ടീച്ചർക്ക് പല കാര്യങ്ങളും മനസ്സിലാവും, അവരെന്താണ് ചിന്തിക്കുന്നത്. ചില ടീച്ചർമാർ പറയാറില്ലേ, പണ്ടത്തെ മുമ്പിൽ 50 കുട്ടികളെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെ വൃത്തിക്കേട് ചെയ്താൽ എനിക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് പറയുന്നില്ലേ, അതെല്ലാം ഇത് തന്നെയാണ്. At the same time, a teacher has to know that two individuals are not similar. അതുപോലെ തന്നെ ഓരോ കുട്ടിയും യൂണീക്ക് ആണ്. 100 കുട്ടികളുണ്ടെങ്കിൽ 100 പേരും ഡിഫറെന്റ് ആണ്, സിമിലർ ആണ്. അവർക്ക് പല ഡിഫറെന്റ് ആസ്പെക്ട്സുകൾ ഉണ്ട്. പലർക്കും പല സ്കിൽസ് ആയിരിക്കും, പലരുടെയും പൊട്ടൻഷ്യൽ പല ലെവലിലായിരിക്കും. ചിലര് ആ സ്കില്ലിൽ പതുക്കെ ആയിരിക്കും ചെയ്യും, ചിലർക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കും അവരുടെ സ്കില്ലിൽ. അപ്പൊ അങ്ങനെ ഓരോ കുട്ടിയുടെയും പെക്യൂലിയാരിറ്റി, അവരുടെ യുണീക്നെസ്, അവരുടെ പ്രത്യേകതകൾ ടീച്ചർ മനസ്സിലാക്കി. Every individual is unique in nature. At the same time, when the individuals come together, the nature of their behavior changes. അപ്പൊ ഓരോ കുട്ടികളുടെയും ബിഹേവിയർ ചേഞ്ചസ്. ചില കുട്ടികൾ പറയും, ബാഡ് വേർഡ്സ് പറയും, അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് ടീച്ചർ അത് മനസ്സിലാക്കണം, എന്തുകൊണ്ട് കുട്ടി അത് പറയുന്നു, കുട്ടി വരുന്ന സാഹചര്യം. ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നായിരിക്കും കുട്ടിക്ക് കിട്ടുന്നത്. ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവിടെ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിന്റെ ചുറ്റുപാട് അതുപോലെ ആരെങ്കിലും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം പലപ്പോഴും ടീച്ചർ ആ ഒരു രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ടീച്ചർക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് വരും. ഓരോ ഗ്രൂപ്പിന്റെയും സൈക്കോളജി മനസ്സിലാക്കണം. അപ്പൊ ഒരു കുട്ടികളെ ഏതെങ്കിലും ഒരു ടാസ്കിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ടീച്ചർ ഗ്രൂപ്പ് ചെയ്യാനായിട്ട്. ഓരോ ഗ്രൂപ്പിലെ ഓരോ ഇൻഡിവിജ്വലിന്റെയും സൈക്കോളജി മനസ്സിലാക്കണം. അവരെ ഒരു ഗ്രൂപ്പ് ആക്കുമ്പോൾ ആ ഗ്രൂപ്പിന്റെ മൊത്തത്തിലായിട്ടുള്ള സൈക്കോളജി മനസ്സിലാക്കണം. അങ്ങനെ എല്ലാം ടീച്ചർക്ക് മനസ്സിലാകണം. അതിന് ടീച്ചർ ഈ കുട്ടിയുടെ ബിഹേവിയറെ കുറിച്ച് നല്ലൊരു ഐഡിയ ടീച്ചർക്ക് ഉണ്ടാവണം. സോഷ്യോ കൾച്ചറൽ പ്രോഗ്രാംസ്, അതിനെ കുറിച്ചെല്ലാം ടീച്ചർക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. കാരണം ഒരു ടീച്ചർ കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ബിലീഫുകൾ ഉണ്ടല്ലോ, അതിനെയൊന്നും ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം. അതുകൊണ്ട് കുട്ടികളെ സോഷ്യലൈസ് ചെയ്യണം. അപ്പൊ അവർക്ക് കൊടുക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസും അതുപോലെ തന്നെയായിരിക്കണം. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ളത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ബിലീഫിൽ നിന്നിട്ടോ പർട്ടിക്കുലർ കൾച്ചറിൽ നിന്നിട്ടോ ഉള്ളത് ആയിരിക്കരുത്. ടീച്ചർക്ക് ആ ഒരു മനസ്സായിരിക്കണം ടീച്ചർക്ക് ഉണ്ടാവും. നമുക്ക് ഇന്ന് ഇത്രയും ഒരു ഭാഗത്ത് കുറച്ചുണ്ട്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. നിങ്ങൾ എന്തായാലും ഈ 4 ആളുകളുടെ കാര്യങ്ങളൊന്ന് വായിക്കും. ഞാൻ നാളെ രാവിലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, കഴിഞ്ഞ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അത് അത്രയേ ഉള്ളൂ. 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാത്തവർ ആൻസർ ചെയ്തത്. ഇത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിത്തിങ്? നാളെ അവധി ആയതുകൊണ്ട് ആളുകൾ ടൂറൊക്കെ പോയിക്കോണോ? ആരെയും കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടെന്നോ എല്ലാം പറഞ്ഞോ? നാളെ എന്താ അവധി മാം? നാളെ മെയ് ഫസ്റ്റ് അല്ലേ? മെയ് ദിനം ക്ലാസ് ഇല്ല. എനിക്കറിയില്ല, എനിക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾക്കും വന്നില്ല മാം. പിന്നെ ഉണ്ടാവുമായിരിക്കും, ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഓക്കെ, ഫൈൻ. Thank you, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am.